ഇതിന് പകരം വെക്കാൻ അപ്പുറത്താരും. നിങ്ങളൊക്കെ യൂണിറ്റി. മന്ത്രിമാർ തമ്മിൽ UDF ആണെങ്കിൽ മന്ത്രിമാർ തമ്മിൽ മിണ്ടുന്ന ഭാഷ ഏതാണ്? മൈക്കോണായ നമ്മൾ കേൾക്കും. സുധാകരൻ ഞാനിവിടെ പറയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള മന്ത്രിമാർ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നടക്കും. ഉദാഹരണം, സഖാവ് വി ശിവൻകുട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ്. ഒരു ദിവസം പോലും മുടങ്ങാത്ത കൃത്യമായി എല്ലാ അധ്യയന വർഷവും പാഠപുസ്തകം മുൻകൂറായാണ് അനുസരിച്ചിരുന്നത്. ശരിയല്ലേ? നമ്മുടെ കുട്ടികൾക്ക് മുൻകൂറായി. ഞങ്ങളെല്ലാം പണ്ട് വിദ്യാർത്ഥികളായിരിക്കുന്ന സമയത്ത് UDF-ന്റെ കാലത്ത് പാഠപുസ്തകമായി കിട്ടാറില്ലായിരുന്നു. അന്ന് ഞങ്ങളെല്ലാം സമരം ചെയ്താൽ എതിരായിട്ടാണ്. പാഠപുസ്തകം കിട്ടാറില്ല. പാഠപുസ്തകം ക്രിസ്മസ് ഒക്കെ ആവുമ്പോഴാണ് പാഠപുസ്തകം വരുന്നത്. അതും ക്യൂ നിന്ന് വാങ്ങണം, ടോക്കൺ കൊടുത്ത് വാങ്ങണം, എല്ലാവർക്കും ഇല്ല. ഇപ്പോഴേ ഈ യുദ്ധത്തിന്റെ കാലത്ത് ഗ്യാസ് കുറ്റി കിട്ടും പോലെയാണ്, മോദി ഗ്യാസ് വിതരണം ചെയ്യും പോലെയാണ് അത് പാഠപുസ്തകം വിതരണം ചെയ്യുന്നത്. ടോക്കൺ വെച്ച് മുൻപെച്ചിരിക്കുന്നവർക്ക് ആദ്യത്തെ ടോക്കൺ സൊസൈറ്റിയിൽ തീർന്നുപോയി. പിന്നെ വരുന്നത് പിന്നെ എപ്പോഴെങ്കിലും. എങ്ങനെയാണ് കഴിഞ്ഞ 10 വർഷക്കാലം 2 പിണറായി സർക്കാരുകൾ കൃത്യമായി നടക്കുന്നത്? വിദ്യാഭ്യാസ മന്ത്രി മാത്രം വിചാരിച്ച് കിടക്കുന്ന കാര്യമാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെയും ശരിയും, പക്ഷേ അച്ഛനുറപ്പുമായുള്ള സഹകരണം, പരസ്പര ബന്ധം. ശരിയല്ലേ? ഏത് കാര്യവും നടക്കണമെങ്കിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം വേണ്ടേ? പരസ്പരം തെറി വിളിക്കുന്ന, തള്ളക്കി വിളിക്കുന്ന മന്ത്രിമാരാണ് അപ്പുറത്തുള്ളതെങ്കിൽ ഇത് വല്ലതും നടക്കോ? പരസ്പര വിശ്വാസമില്ല, തമ്മിലടിക്കുന്നവർ എന്തെങ്കിലും നടക്കോ? ക്ഷേമ പെൻഷൻ കിട്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്താവും? ഈ നാടിന്റെ ആശുപത്രികൾ എന്താകും? ഇതെല്ലാം വിവിധ വകുപ്പുകളിൽ ഏകോപിപ്പിക്കണ്ടേ? ഇത് പരസ്പരം പാര വയ്ക്കുന്നവരാണെങ്കിൽ അവന്റെ പേരാണല്ലേ ഇവിടെ കിടക്കട്ടെ എന്ന് കരുതുന്നത്. മുകളിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വിളിച്ചത് പറയാൻ തന്റെ ഇടപെടൽ മുഖ്യമന്ത്രി അവിടെ ഇല്ലെങ്കിലോ, മുഖ്യമന്ത്രി വിളിക്കുമ്പോൾ തന്നെ ഫോൺ എടുക്കാത്ത മന്ത്രിമാരാണെങ്കിലോ തമ്മിൽ കുത്തല്ലേ? ഈ തമ്മിൽ കുത്ത സംഘത്തിന്റെ കയ്യിൽ ഈ കേരളത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ കേരളം മുടിഞ്ഞു നോക്കില്ലേ? കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പടുത്തുയർത്തിക്കൊണ്ടുവരുന്ന നവകേരളത്തിന്റെ അസ്ഥിവാരം തോണ്ടി പതിറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് ഈ കേരളത്തെ ഇവർ പുറന്തള്ളില്ലേ? ഈ കുതികാൽ വെട്ടുകാർ, ഈ തമ്മിലടിക്കാർ, പരസ്പരം തെളിവിളിക്കുന്നവർ, പരസ്പരം തമ്മിൽ തള്ളുന്നവർ. ഒരു ചെറിയ സീറ്റ് നിങ്ങൾ നോക്കൂ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഒരു സംഘം ഒരുമിച്ച് BJP-യിലേക്ക് ബോർഡ് വെച്ച് പോകാൻ വേണ്ടി തയ്യാറായിരിക്കണം. ഉയർന്ന ആളുകൾ. അവരുടെ കയ്യിലാണോ നിങ്ങൾ അധികാരം ഏൽപ്പിക്കുന്നത്? ആരെയാണ് അധികാരം ഏൽപ്പിക്കാൻ പോകുന്നത്? വേറൊരു കൂട്ടം പറയുന്നു മാറാത്തത് മാറും. എന്ത് മാറും? ഇപ്പൊ തിരുവനന്തപുരത്ത് പറയുന്നു നാറാത്തത് നാറും. പൊങ്കാല കഴിഞ്ഞു നിറയെ വേസ്റ്റ് ഇറങ്ങി നടക്കാൻ. ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി. എന്തിനാണ് താമരക്കോട്ടയിൽ വെറുതെ പറഞ്ഞത്? താമരക്കോട്ടയിൽ തിരുവനന്തപുരം നഗരസഭ താമര അവർക്ക് കിട്ടി. BJP-യുടെ കോൺഗ്രസിന്റെ സഹായത്തോടെയാണ്. അതവിടെ നിൽക്കട്ടെ, എന്തായാലും കിട്ടി. തൃശൂർ എടുത്തു, കേരളത്തിനെന്ന് തന്നു. ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ ഞങ്ങൾക്കൊന്നും തരുന്നില്ല, അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു തരും. അത് ഔദാര്യമല്ല സാറേ എന്ന് വേറെ മറുപടി കേട്ടോ. ഭരണഘടനാപരമായ അവകാശമാണ് ഇന്ത്യൻ യൂണിയൻ റിപ്പബ്ലിക്കിലെ ഒരു സ്റ്റേറ്റിന്റെ അവകാശം വേറെ. പക്ഷെ നിങ്ങൾ പറഞ്ഞത് ഇതാണല്ലോ. തിരുവനന്തപുരം നഗരസഭ കിട്ടിയപ്പോ പറഞ്ഞു ഒരു ബ്ലൂ പ്രിന്റ് കാത്തുകൊണ്ട് കിട്ടിയില്ല, വന്നില്ല. അപ്പൊ പറഞ്ഞു പ്രധാനമന്ത്രി വരുന്നത് അതിൽ കൊണ്ടുവരും. പ്രധാനമന്ത്രി വന്നപ്പോ എല്ലാവരും നോക്കി ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടോ? ബ്ലൂ പ്രിന്റ് കയ്യിലുണ്ടോ? ഇല്ല, ബ്ലൂ പ്രിന്റ് കയ്യിലില്ല. അപ്പൊ പറഞ്ഞു ഞങ്ങളെല്ലാവരും കൂടി ഡൽഹിക്ക് പോകുന്നുണ്ട്. അത് ട്രെയിനിൽ പോകും, എല്ലാവരും കൂടി ഒരുമിച്ച്. അപ്പൊ ശ്രീലേഖ IPS പറഞ്ഞു. ശ്രീലേഖ പറഞ്ഞു പഴയ IPS ആയിരുന്നു, എനിക്കില്ലല്ലോ എന്നെ കൂടി ട്രെയിനിൽ പോകാൻ. അങ്ങനെ അവർ പോയില്ല. എന്തായാലും ആരോ പോട്ടെ. പോയിട്ട് വരുമ്പോൾ നാട്ടുകാർ കരുതുന്നത് ഇവർക്ക് കൊടുത്തതാണല്ലോ നഗരസഭ, ഇവർക്ക് കൊടുത്തതാണല്ലോ ഈ തൃശ്ശൂർ. അപ്പൊ പിന്നെ എന്താണ് പോകുമ്പോ ബ്ലൂ പ്രിന്റ് കിട്ടും കേരളത്തിന്. അങ്ങനെയെങ്കിലും കിട്ടട്ടെ. പോയിട്ട് വന്നപ്പോ ബ്ലൂ പ്രിന്റ് ഇല്ല, ഒരു മണ്ണാങ്കത്തില്ല. പിന്നെ പറഞ്ഞു ബഡ്ജറ്റിൽ നിർമ്മലാജിയുടെ അവതരണമുണ്ട്. ബഡ്ജറ്റ് നിങ്ങൾക്കുണ്ടല്ലേ? രാജീവ് ചന്ദ്രശേഖർ, വി മുരളീധരൻ, ഈ നാട്ടിലുള്ള കെ സുരേന്ദ്രൻ, സകല BJP-യുടെ നേതാക്കളും
മാരാർ ഭവനിൽ അവരുടെ ആഫീസിൽ വലിയ സ്ക്രീനെല്ലാം വെച്ച് 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ പ്രദർശനം പോലെ ഇരിക്കുകയാണ്. നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ അതിൽ കണ്ടുകൊണ്ട് കയ്യിലൊരു പേന, പിന്നെ ഒരു ഡയറി എഴുതിയെടുക്കാൻ മുഴുവൻ പത്രക്കാരെയും വിളിച്ചു. വരും. കാര്യം ഇവർ പ്രതീക്ഷിച്ചു എന്താണ് ഇത്രയും കൊടുത്തതല്ലേ, അപ്പൊ എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടുമല്ലോ, കിട്ടുമ്പോൾ നമുക്ക് മധുരം വിളമ്പാലോ, അതൊരു രാഷ്ട്രീയ ആയുധാക്കാലോ. കേന്ദ്ര ബഡ്ജറ്റ് ദിവസം ബിജെപിയുടെ സംസ്ഥാന കാര്യാലയത്തിൽ വലിയ സ്ക്രീനിന്റെ മുമ്പിൽ നാടക സംഘം ഇരിക്കുന്നു. കയ്യിൽ പേപ്പർ, കയ്യിൽ ഡയറി, എഴുതി മറിക്കുകയാണ് ആദ്യം മുതലേ. അവസാനം എഴുതി വന്നപ്പോ കേരളത്തിന് ആമമുട്ട. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ, ഈ കേരളത്തിലെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ, മലയോര ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ, ഞങ്ങളുടെ എയിംസ്, ഞങ്ങളുടെ റെയിൽ സ്വപ്നങ്ങൾ എവിടെ? ഇത്രയും കാലം ബിജെപി പറഞ്ഞത് നിങ്ങൾ താമരക്കോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങളൊന്നും തരാത്തതെങ്കിൽ നിങ്ങൾക്ക് താമരക്കോട്ട് വന്ന ഒരു ജനതയോട്, നിങ്ങൾക്ക് അധികാരമേൽപ്പിച്ചു തന്ന ഒരു ജനതയോട്, നിങ്ങൾക്ക് MP തന്ന ഈ കേരളത്തിലെ തൃശ്ശൂരിനോട് നിങ്ങൾ എന്ത് തന്നു തിരിച്ച്? പിന്നെ നിങ്ങൾ മുന്നോട്ട് ചെയ്യണം. ഇനി പോട്ടെ തരണ്ട, ഇവിടെ മര്യാദയ്ക്ക് ഭരിക്കാൻ വേണ്ടിയാണ്. അതെങ്ങനെയെങ്കിലും അതും നോക്കണ്ടേ. ഇന്നോളം ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഒരു പേര് ദോഷം കേട്ടിട്ടുണ്ടോ? ഇന്നോളം ആറ്റുകാൽ പൊങ്കാല അത്ഭുതമല്ലേ? ആയിരക്കണക്കിന് മനുഷ്യർ, ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ കച്ചവടത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി നഗരത്തിലേക്ക് വരുന്നവർ വേറെ, അവർക്കുള്ള വോളണ്ടിയർമാർ. എന്താണ് ഈ തലസ്ഥാനം ഒരുക്കുന്നത്? സ്നേഹം കൊണ്ടല്ലേ അവരെ വരവേൽക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല ദിവസം കഴിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ ഹൈവേയിൽ നിറയെ റോഡിന്റെ സൈഡിൽ ഇരുവശവും നിന്ന് ചെറുപ്പക്കാർ, പൗരസമിതിക്കാർ, രാഷ്ട്രീയ ഭേദമന്യേ ഈ തലസ്ഥാനമാകെ ഇറങ്ങി നിന്ന് അവർക്ക് തണ്ണിമത്തം കൊടുക്കും, അവർക്ക് ജ്യൂസ് കൊടുക്കും, വെള്ളം കൊടുക്കും, ഇല്ലേ, അവരെ ഊട്ടും. വിശക്കരുത്, വിഷമിക്കരുത്, ദാഹിക്കരുത്. ഈ നാട് ഒരുമിച്ചല്ലേ ഇറങ്ങുന്നേ. എല്ലാ ആറ്റുകാൽ പൊങ്കാല ദിവസവും കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എല്ലാ പത്രങ്ങളുടെയും 1-ാം പേജിൽ ഒരു ഫോട്ടോയും വാർത്തയും കാണും. നഗരം ക്ലീൻ, മണിക്കൂറുകൾ കൊണ്ട്. ഇപ്പോഴും അത് വെറുതെ നടന്നുകൊണ്ടിരുന്നതാണ് ബിജെപിക്കാർ വിചാരിച്ചത്. അങ്ങനെ വെറുതെ അങ്ങ് നടന്നോളൂ എന്നാണ്. മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഡെഡിക്കേഷനാണ്, ഗൃഹപാഠമാണ്. നഗരമെന്ന ഈ വിശാലമായ തിരുവനന്തപുരം നഗരത്തിൽ എവിടെയെല്ലാം വേസ്റ്റ് ഉണ്ടാകും, അത് എങ്ങനെ എടുക്കണം, അതിന് ആരെടുക്കണം, അതിന് ചുമതലയാര്, അതിന്റെ മേൽനോട്ടമാര്, ഈ എടുക്കുന്ന വേസ്റ്റ് എങ്ങനെ സെഗ്രഗേറ്റ് ചെയ്യും, എങ്ങനെ മാറ്റും, ഈ മാറ്റിയ വേസ്റ്റ്, തരംതിരിച്ച വേസ്റ്റ് ആര് ഏത് വണ്ടിയിൽ എവിടെ നിന്നെല്ലാം എടുക്കും, ഇത് എവിടെ കൊണ്ട് ശാസ്ത്രീയമായി ഡിസ്പോസ് ചെയ്യും. ഇതിന് പദ്ധതി ഉണ്ടാക്കി അതിന്റെ മേലൊരു വർക്കുണ്ടേ. അതിന്റെ പേരാണ് ഭരണപാടവം എന്നും. അവർക്ക് ഭരിക്കാനറിയില്ല, കണ്ടു നിൽക്കാനറിയാം, ബഹളം ഉണ്ടാക്കാനറിയാം. ഞാൻ പറയുന്നത് അവരതൊക്കെ ഏൽപ്പിക്കണം. ഭരിക്കാൻ അറിയാവുന്നവരെ അതിന് ഡെഡിക്കേഷൻ. എന്താ പ്രശ്നം? ഇത് ആത്മാർത്ഥതയുടെ പ്രശ്നമാണ്. ആത്മാർത്ഥ പ്രശ്നം തിരുവനന്തപുരം നഗരസഭ മാത്രമല്ല, ബിജെപി അധികാരം ഏൽപ്പിച്ച വേറൊരു നഗരസഭയാണ് പാലക്കാട് നഗരസഭ. 5 വർഷം പൂർത്തിയായി. എന്തായിരുന്നു ബാക്കി? തമ്മിലടി എഴുതില്ലേ? തമ്മിലടി മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭ തമ്മിലടി തുടങ്ങിയില്ലേ? മേയറും ശ്രീലേഖയും പരസ്പരം മിണ്ടാറില്ല, പരസ്പരം സംസാരിക്കാറില്ല. അതാണ് വലതുപക്ഷ പാർട്ടിയുടെ പ്രത്യേകത. ഭരിക്കാൻ അറിയില്ല. നിങ്ങൾ എന്തിനാണ് പിന്നെ ഈ ബിജെപി വോട്ട് ചോദിക്കുന്നത്? ബിജെപി നിങ്ങളുടെ ജീവിതത്തിൽ തന്നു. ഞാൻ ചോദിക്കട്ടെ, പറയാണ് കിസാൻ സമ്മാൻ നിധി. പിന്നെ ബിജെപി നുണ പറയും കേട്ടോ. എന്താ ലൈഫ് അവർ തരുന്നതാണ്, പച്ചക്കള്ളാണ് ലൈഫ് അവർ തരുന്നതല്ല. പെൻഷൻ അത് ഞങ്ങൾ തരുന്നതാണ്. ഇതൊക്കെ നുണ പറയാണ്. എന്താണ് നിങ്ങൾ തന്നത്? പാചകവാതകത്തിന്റെ വില വർധനമാണ്. എത്രയാ പാചകവാതകത്തിന്റെ ഇപ്പൊ വില? ഇത് 500 രൂപയ്ക്ക് തരാന്ന് പറഞ്ഞാൽ പെട്രോളിന് പെട്രോൾ അടിക്കാം 500 രൂപയ്ക്ക്.
അങ്ങനെ അടയ്ക്കുന്നത്. ഇപ്പോൾ 500 രൂപയ്ക്ക് പെട്രോൾ അല്ലേ, 1000 രൂപയ്ക്ക് ഡീസൽ, ഇങ്ങനെയൊക്കെ അടയ്ക്കുന്നു. പെട്രോളിന്റെ വില തന്നെ ഇപ്പൊ ആരും തിരിച്ചറിയില്ല. സുരേന്ദ്രൻ ഒരു ഉടുപ്പില്ലാതെ ഏഷ്യാനെറ്റ് എന്ന് കൊണ്ട് പറഞ്ഞാൽ 50 രൂപയ്ക്ക് മോദിജി പെട്രോൾ എടുക്കും. 50 രൂപയ്ക്ക് പെട്രോൾ. എന്തിനാണ് ഇവർ കോട്ട് കൊടുക്കുന്നത്? പാചകത്തിന്റെ വില പോട്ടെ. റബ്ബർ, ഈ കേരളത്തിലെ റബ്ബർ കർഷകർ, കേരള കോൺഗ്രസ് മാണിയുടെ നേതാക്കളുടെയുണ്ട്. സഹായദാസ് ഉൾപ്പെടെയുള്ളവർ, അവരുടെ ചെയർമാൻ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണി, കേരള നിയമസഭ, ഇന്ത്യയുടെ പാർലമെന്റ് എല്ലായ്പ്പോഴും ഈ കർഷകരുടെ, റബ്ബർ കർഷകരുടെ പ്രശ്നം എല്ലായ്പ്പോഴും ഉന്നയിക്കുന്ന മനുഷ്യരാണ്. ഒരു അവസരം കിട്ടിയാൽ അപ്പോ എത്രയെത്ര നിവേദനങ്ങൾ ഇടതുപക്ഷം കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് റബ്ബറിന്റെ വിലയിടിവ് നിയന്ത്രിക്കുന്നില്ല? വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യല്ലേ? ഈ മോഡിയെ എന്തിനാണ് നമുക്ക് വീണ്ടും മോഡി എന്ത് ചെയ്യുന്നു? നിങ്ങൾ നോക്കൂ, വയനാട് മോഡി വന്നിട്ട് ഒരു കൊച്ചിനെ എടുത്ത് കളിപ്പിച്ചു, ഉമ്മം കൊടുത്ത്, പാവം, എല്ലാം നഷ്ടപ്പെട്ട ഒരു കുഞ്ഞോമനയെ ഒരു പ്രചരണ വസ്തുവാക്കി മാറ്റി. ഇന്ത്യയുടെ പ്രധാനമന്ത്രി താലോലിച്ചു, മാധ്യമങ്ങളിൽ നോക്കൂ, താലോലിച്ചു. അപ്പോഴാണ് സഖാവ് പിണറായി അവിടെ പോയ സമയത്ത് ചെടി കിടന്നതുകൊണ്ട് പിണറായി സഖാവ് അങ്ങ് ഇറങ്ങിയില്ല. കണ്ട, രണ്ടുപേർക്കുള്ള വ്യത്യാസം കണ്ട. അങ്ങനെ ആയിരിക്കണം. കണ്ട, ഒരു കൊച്ചിനെ എടുക്കുന്ന കണ്ട, എന്താ പിണറായിക്ക് അങ്ങോട്ട് ഇറങ്ങി ആ കൊച്ചിന് ഉമ്മം കൊടുത്താൽ എന്തായിരുന്നു കുഴപ്പം? മറ്റേ മാമ ഉമ്മം കൊടുത്തിട്ട് പോയി, സഖാവ് പിണറായി അവർക്ക് ടൗൺഷിപ്പ് കൊടുത്തു. ഇതാണ് വ്യത്യാസം. ഒരിടത്ത് പ്രകടനം, പ്രചരണപരത, മറുവശത്തോ ചെയ്യേണ്ടത് ചെയ്യും. നിങ്ങൾ നോക്കൂ, വയനാടിന്റെ ദുരന്തമുണ്ടായ ദിവസം, അന്നെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാജ്യസഭയിൽ ഞാൻ, സഖാവ് ജോൺ ബ്രിട്ടാസ്, സഖാവ് ശിവദാസൻ, ശ്രീ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ, സഖാവ് പി സന്തോഷ് ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ പാർലമെന്റിൽ ആലമുറയിട്ട് വിളിച്ചു. ഞങ്ങളുടെ ഒരു നാട് നഷ്ടപ്പെട്ടിരിക്കുന്നു, കാണാനില്ല. ഇന്നലെ വൈകുന്നേരം ഉറങ്ങാൻ കിടന്നവർ, സ്വപ്നങ്ങളിൽ ഏറ്റുപോയവർ, ഇന്നിതാ അവർ അപ്രത്യക്ഷമായിരിക്കുന്നു. ഒരു ഭൂപ്രദേശം അപ്രത്യക്ഷമായി. ഞങ്ങളെ സഹായിക്കണം. ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങൾ ഉയർത്തിയ ശബ്ദം ആ ദിവസം ഞാൻ ഇപ്പോഴും മറക്കില്ല. അത് കഴിഞ്ഞ് ഇത്രയും ദിവസം കടന്നു പോയില്ലേ? ആ വയനാട്ട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ഒരണാ പൈസ എന്തുകൊണ്ട് കേന്ദ്രം തന്നില്ല? പക്ഷെ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ തരാതിരിക്കുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇതാ ഒരു ടൗൺഷിപ്പ് പണിതു കൊടുത്തു, അവിടുത്തെ ജനങ്ങൾക്ക് കൈമാറി. അതാണ് സഖാവ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇടതുപക്ഷവും കേരളത്തിലെ പ്രതിപക്ഷം ഞങ്ങളോട് സഹകരിച്ചില്ലേ? കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങൾ പണം തരില്ല. തരാതിരുന്ന നന്നായി, ഇല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ച് ഞങ്ങൾ ഇന്നലെ ഇപ്പൊ വരും ലിസ്റ്റ് വരുമെന്ന് പറഞ്ഞ 3 ദിവസം രാത്രി മാധ്യമങ്ങൾ പട്ടിയുടെ കടിയും കൊണ്ട് മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിന്റെ മുമ്പിൽ നിന്നതുപോലെ ഞങ്ങൾ ഇപ്പോൾ വിരിക്കേണ്ടി വന്നത്. വയനാട്ടെ പണം തരുന്ന പൈസ, പിരിക്കുന്ന പൈസ ഇവിടെ എത്തുന്നില്ലല്ലോ. പൈസ വേറെ എവിടേക്ക് പോവല്ലേ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഡിവൈഎഫ്ഐ എന്ന സംഘടനയുടെ കൂടി പ്രതിനിധിയായിട്ടാണ്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചു, ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചു, ഞങ്ങൾ 25 വീട് ഡിവൈഎഫ്ഐ വെച്ചു. അപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് അന്ന് പ്രഖ്യാപിച്ച പ്രസിഡന്റ് ഇപ്പോൾ വേറെ കേസിൽപ്പെട്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് പോയിട്ടില്ല, ഈ വേദിക്ക് ചേരുന്ന. അപ്പൊ അയാൾ വന്നിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ 30 വീട് വെച്ചു. അത് സത്യം പറഞ്ഞാൽ ഞാൻ രാത്രി സനോജും വസീഫോയുടെ സംസാരത്തിൽ വിളിച്ചു, നമ്മൾ കുറഞ്ഞു പോയോ? നമ്മൾ 25 പറഞ്ഞപ്പോൾ 30 പറഞ്ഞെങ്കിലും നമ്മളത് കുറഞ്ഞു പോയതുപോലെ തോന്നുന്നു. പക്ഷെ അവസാനം ഞങ്ങൾ ആക്രി പറക്കാൻ പോയി, ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി ജനങ്ങൾ ഞങ്ങൾക്ക് പണം തന്നു. എങ്ങനെ പണം തന്നു? റെസിപ്റ്റ് എടുത്തിട്ടല്ല, ഞങ്ങൾ അധ്വാനിച്ചു, ടാറിന്റെ പണി ചെയ്തു. ഡിവൈഎഫ്ഐയുടെ പിള്ളേര് മരം എടുത്ത് വലിച്ചു കൊണ്ടുപോയി ഇഷ്ടികക്കളത്തിൽ ഇറങ്ങി പണി ചെയ്തു, കൃഷിപ്പണി ചെയ്തു, പെയിന്റ് അടിച്ചു. അങ്ങനെ അധ്വാനിച്ചു മാക്രി പുറക്കിയും കേരളത്തിലെ ഡിവൈഎഫ്ഐ 1 രൂപ രസീപ്റ്റില്ലാതെ 20 കോടി രൂപ ഈ കേരളത്തിൽ സമാഹരിച്ചു. അതിങ്ങനെ കണക്ക് കൂട്ടി നോക്കിയപ്പോ ഞങ്ങൾ പ്രഖ്യാപിച്ചത് 25 വീട്, കണക്ക് കൂട്ടി നോക്കിയപ്പോ 100 വീടിന്റെ പണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തെ ഡിവൈഎഫ്ഐ അവരെത്ര പ്രഖ്യാപിച്ചു?
എത്രയുടെ വീട് കൊടുത്തു? എത്ര രൂപ കൊടുത്തു? 1 കോടി. അവർ 1 കോടി കൊടുത്തു എന്നവർ പറയുന്നു. അത് എന്നെ ആർക്കറിഞ്ഞ പടച്ച തമ്പുരാനറിയോ കൊടുത്തോ ഇല്ലയോ നമുക്കറിയില്ല, ചെക്കേ അറിയാവോ. ആർക്ക് കൊടുത്തു? KPCC കൊടുത്തു. KPCC കൊടുത്തു. അപ്പോ ഇദ്ദേഹം പറഞ്ഞു, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു ഞങ്ങൾ കൈമാറി. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്വീകരിച്ചു, ബോധിച്ചു, ഒപ്പ്. ആര് പറയുന്നു? സണ്ണി ജോസഫ്. അബദ്ധമുള്ള ഇടപാടാണ്. കിട്ടിയ കൊടുത്തു അവർക്കറിയില്ല. ഞങ്ങൾ 20 കോടി. ഈ നാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായാൽ ആരുണ്ടാകും? നിങ്ങൾ ആരുണ്ടാകും? ഈ നിൽക്കുന്ന ചെറുപ്പമുണ്ടാകും, DYFI ഉണ്ടാകും, SFI ഉണ്ടാകും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകും. ഈ കോൺഗ്രസുകാരനെ വിശ്വസിക്കാൻ കൊള്ളാമോ? BJP-കാരനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഞങ്ങൾ നാട്ടിൽ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവർ, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവർ. ഈ നാട്ടിൽ ഞങ്ങൾക്ക് ഭയം ഒന്നിനോട് മാത്രമേ ഉള്ളൂ. ആ ഭയം ജനങ്ങളോടാണ്. ഞങ്ങൾക്ക് മറ്റൊരു പേടിയുമില്ല. ഒരൊറ്റ പേടിയേ ഉള്ളൂ, അത് ഈ നാട്ടിലെ ജനങ്ങളോടാണ്. നിങ്ങളെയാണ് പേടി. ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെയാണ് പേടി. ഒരാളുടെ മുമ്പിലും, ഒരു വർഗീയ സംഘടനയുടെ മുമ്പിലും ഞങ്ങൾ തലകുനിക്കില്ല. ഞങ്ങൾ ഒരു വർഗീയ സംഘടനയുടെ മുമ്പിലും മുട്ടിലിടയില്ല. പക്ഷേ ഞങ്ങൾ ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ തല കുമ്പിട്ടു നിൽക്കും. അത് ഈ നാട്ടിലെ കാസർഗോഡ് മുതൽ ഇന്ന് പാറശാല വരെയുള്ള ജനങ്ങളുടെ മുമ്പിലാണ്. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ മനുഷ്യരാണ്. ഞങ്ങൾക്ക് പിശകുകളുണ്ടോ? നിങ്ങൾ തിരുത്തണം ഞങ്ങളെ. നിങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തണം. തിരുത്തു എന്ന് പറയും, ഞങ്ങൾ തിരുത്താം, കൂടുതൽ മെച്ചപ്പെടുത്താം, നമുക്ക് ഒരുമിച്ച് മുന്നേറാം. പക്ഷേ ഞങ്ങൾ നിങ്ങളെ ചതിക്കില്ല. ഞങ്ങളുടെ ലക്ഷ്യം അധികാര കസേരകളല്ല. എങ്ങനെയാണ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന ഈ ചുമതലയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ കഴിയും എന്നത് മാത്രമാണ് ഈ കേരളത്തിലുണ്ടായ എല്ലാ മാറ്റവും. ഞങ്ങൾ പ്രകടന പത്രികയിൽ നിങ്ങൾ നോക്കും, പ്രകടന പത്രികയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ പ്രകടന പത്രിക വരും, LDF-ന്റെ പ്രകടന പത്രിക മണ്ഡലത്തിലും വരും, ഞങ്ങളുടെ ഈ പറയുന്ന അല്ലാതെയും വരും, സ്റ്റേറ്റിലും വരും. ആ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അച്ചട്ട് നടക്കുകയാണ്. മുമ്പ് പ്രോഗ്രസ് റിപ്പോർട്ട് നിങ്ങളെപ്പോഴാണ് കേട്ടിട്ടുണ്ട്? പ്രോഗ്രസ് റിപ്പോർട്ട് പണ്ട് ഞാനെല്ലാം പ്രോഗ്രസ് റിപ്പോർട്ട്, അന്ന് പച്ചക്കാടാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. ഓർമ്മയില്ല നിങ്ങൾക്ക്? പച്ചയല്ലേ? ഒരു പച്ചക്കാട് പ്രോഗ്രസ് റിപ്പോർട്ട്. ഇപ്പോഴത്തെ വീട്ടിലോട്ട് പോകുന്ന ദിവസം ഒരു പേടിയാണ്. മനസ്സിലായില്ലേ? പെൺമന്മാർ 2 പേരാണ്. എനിക്ക് അവരോടെല്ലാം പറഞ്ഞ് സമ്മതിച്ച് ഉമ്മാടെ അടി തേടിച്ച് ഇങ്ങനെ കൊണ്ട് കൊടുക്കും, സോപ്പിട്ട്. എന്നിട്ട് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാൻ വേണ്ടി വീട്ടിലെ ഏതാ നമ്മുടെ ഇവിടേക്ക് വരും, ഇവിടെ സ്കൂളിൽ നിങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടല്ലോ. ആദ്യം പ്രോഗ്രസ് റിപ്പോർട്ട് കേട്ടപ്പോഴാണ് സ്കൂളിലായ ഏർപ്പാടാണ്. പക്ഷെ അത് മാറി. ഇന്ത്യ മഹാരാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രികയായി പറയുന്ന ഉറപ്പുകൾ പാലിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ പാലിക്കപ്പെടാൻ തുടങ്ങിയത് 2016 മുതൽ. സഖാവ് പിണറായി വിജയൻ പറഞ്ഞു ഇത് പ്രോഗ്രസ് റിപ്പോർട്ട്. ഇടതുപക്ഷം മുമ്പ് ഇങ്ങനെ തന്നെയാണ്, വലതുപക്ഷം ചെയ്യാതെയില്ല.